മടങ്ങിവരും മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. എറണാകുളത്ത് ഓട്ടോ ഡ്രൈവർ മർദ്ദനമേറ്റ് മരിച്ചു. ഇടക്കൊച്ചി പഴയക്കാട്ട് വീട്ടിൽ ജോയ് ആണ് കൊല്ലപ്പെട്ടത്. വാഹനത്തിന് വശം കൊടുക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ജോയിയെ തള്ളിയിടുകയായിരുന്നു. അങ്ങേറ്റം വലിയ ദുരന്ത വാർത്തയാണ് കൊച്ചിയിൽ നിന്നും വരുന്നത്. ഓട്ടോ ഡ്രൈവറാണ് മർദ്ദനമേറ്റ് മരിച്ചത്. ഓട്ടോ ഡ്രൈവർ ജോയ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ്. ആ തർക്കത്തിനൊടുവിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുന്നത് എന്നതാണ് വാർത്ത. CCTV ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു. നവമി, എന്താണ് സംഭവം? എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? സജിത്ത്, 4-ാം തീയതി വൈകുന്നേരം 4 മണിക്കായിരുന്നു സംഭവം ഉണ്ടായത്. ഓട്ടോ ഡ്രൈവറായ ജോയിയുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന പേരിലാണ് ഇരുചക്ര യാത്രക്കാരനായ ഒരു വ്യക്തി ജോയിയെ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം ജോയിയുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഈ ജോയിയെ വണ്ടിയിൽ നിന്നും തള്ളിയിട്ടു. ഈ വീഴ്ചയിൽ സ്ലാബിൽ തലയിടിച്ച് ബോധരഹിതനായി ജോയി കിടക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് കണ്ട ഇരുചക്ര വാഹന യാത്രക്കാരൻ ജോയിയെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ജോയിയുടെ ഒരു ബന്ധുവിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു. മദ്യപിച്ച് ബോധരഹിതനായി വഴിയിൽ കിടന്ന ജോയിയെ താനാണ് ഈ വീട്ടിൽ എത്തിച്ചതെന്ന് കള്ളം പറയുകയും ചെയ്തു. അതിനുശേഷം ജോയിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി 9 മണിയായപ്പോഴേക്കും ജോയിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ കൂടി വന്നതിനെ തുടർന്നാണ് എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഇന്ന് രാവിലെ ആയപ്പോൾ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പിന്നീട് ഇതിലൊരു അസ്വാഭാവികത തോന്നിയ ജോയിയുടെ കുടുംബം പോലീസിന് പരാതി നൽകുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇത് സാധാരണ ഒരു വീഴ്ചയിൽ സംഭവിച്ചതല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. പിന്നീട് നടത്തിയ ഈ CCTV അടക്കം വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു ഇരുചക്ര വാഹനത്തിലുള്ള ഒരു വ്യക്തി ജോയിയെ തടഞ്ഞു നിർത്തുന്നതായി കാണപ്പെടുന്നത്. പിന്നീട് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ വിമൽ എന്ന പേരുള്ള ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ചോദ്യം ചെയ്തു വരികയുള്ളൂ. ഇയാൾ തന്നെയാണോ ജോയിയുടെ മരണത്തിനിടയാക്കിയ വ്യക്തി എന്ന് പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും അത്യന്തികം ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കേവലം ഒരു സൈഡ് കൊടുക്കാതെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു ഗൃഹനാഥന്റെ ജീവിതം വരെ നഷ്ടമാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സംഭവം. എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സാഹചര്യം. എന്തായാലും അങ്ങേറ്റം ദാരുണമായ ഒരു സംഭവമാണ്. കൊച്ചിയിൽ നിന്നും വരുന്ന വാർത്ത. ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി.